കാക്കുന്ന ബോറോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. വളരെ ഒരു ക്വയറ്റായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ബഹളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഹാപ്പി ഫേസ് ആയിട്ടുള്ള വളരെ കുറച്ച് പേരുടെ അങ്ങനെ ഫേസ് വളരെ ഹാപ്പി ഫേസ് അങ്ങനെ ഒരു വ്യക്തിയാണ്. അയാൾ ഒരിക്കലും ഡള്ളായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ദിവസമാണ്. എപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചൊരു ദിവസമാണ്. പറയുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നുണ്ട്. സുബിൻ ചേട്ടനെ പറ്റി ഇപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതാണ് എ ടോഡ്ലർ സ്റ്റക്ക് ഇൻ എ ജയന്റ് ബോഡി എന്നാണ്. ചില സമയത്ത് സുബിൻ ഈ കാര്യപ്രാപ്തിയൊക്കെ കണ്ടവർക്കും ഇതിലും സീരിയസ് ആയിട്ടൊരു മനുഷ്യൻ നമുക്ക് കുടുംബത്തിൽ വേറെ ഇല്ല. അതേസമയം ചില സമയത്ത് കാണിക്കുന്ന വട്ടൊക്കെ കണ്ട പിടിച്ചൊരു അടി കൊടുക്കാനൊന്നും. സോ ഹാപ്പി ദാറ്റ് യു ഫൈൻഡ് യുവർ പെർഫെക്റ്റ് പാർട്ട്ണർ. അതിന്റെ കഥകൾ ഞാനിവിടെ പറയുന്നില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. എല്ലാ വീക്ക് ഡേയും പോയി ഒന്നൊക്കെ കൂടും. ഞാനിങ്ങനെ എന്റെ സുബിൻ ചേട്ടാ, അപ്പൊ ഞാനിങ്ങനെ എനിക്കൊരു ഡൗട്ടുണ്ട്, സുബിൻ ചേട്ടൻ ഇനി ആത്മീയപാതയിലേക്ക് എങ്ങാനും തിരിയുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഈ അടുത്ത് മനസ്സിലായി മല്ലപ്പള്ളിയിലുള്ള ഒരു കോൺട്രാക്ടറിന്റെ വീട്ടിലേക്കുള്ള ഒരു വഴിവെട്ടലായിരുന്നു നടന്നത്. സുബിന് നമ്മുടെ പ്രിയപ്പെട്ട ഉത്സവത്തിന് മധുരം കൊടുക്കാൻ അനുവാദം തരുമോ? നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. മണവാട്ടിക്ക് മധുരം കൊടുക്കട്ടെ. കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ, കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ, ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ, ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ, ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ, ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ, ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ, ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ, കമരയിൽ വന്നിരുന്നൊരു വണ്ടുമുരളുന്നേ, താമരയിൽ വന്നിരുന്നൊരു വണ്ടുമുരളുന്നേ, വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന, വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആനയെല്ലാം തിന്നുമതിച്ചു നടക്കുന്നേ. തെക്കേരുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും മുഖങ്ങൾ എനിക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും അച്ഛനും എന്നൊരു ഫാമിലിയിൽ നിന്ന് വേറൊരു ബിഗർ ഫാമിലിയിലേക്ക് പോകുന്നൊരു എക്സൈറ്റ്മെന്റും അതോടൊപ്പം തന്നെ ഒരു വിഷമമുണ്ട്. ഇനി എന്തുമായാലും എത്ര വളർന്നെന്ന് പറഞ്ഞാലും അവളെന്നും ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ്. കുടുംബജീവിതത്തിലായിരുന്ന അനുഗ്രഹപ്രദമായ ഒരു ജീവിതം മാതാപിതാക്കളെന്ന നിലയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ നേരുന്നു. ചിത്രങ്ങള് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സഞ്ജുവിനോട് ചോദിച്ചാൽ അറിയാവുന്നത്. ഇപ്പൊ സഞ്ജു മുഖാന്തരം ഞാനിതൊക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഏതായാലും നല്ലൊരു സെലക്ഷനായിരുന്നു. നല്ല കുട്ടികളായിട്ട് ഇവർ ജീവിക്കട്ടെ.